ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഫസ്റ്റ്, ഫ്ലോ ഓഫ് കൺട്രോൾസ്. എന്താണ് ഫ്ലോ ഓഫ് കൺട്രോൾസ്? ഇൻ സി ലാംഗ്വേജ്, ദ കൺട്രോൾ ഓഫ് ദി പ്രോഗ്രാം ഫോളോ ഫ്രം ദ ഗിവൺ ഇൻസ്ട്രക്ഷൻ ടു അനദർ. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്നില്ല നോക്കാം. ഫ്ലോ ഓഫ് കൺട്രോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാം നോർമൽ കേസിൽ നമ്മൾ പ്രോഗ്രാമിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻഷ്യൽ ഫ്ലോ ആണ്. സീക്വൻഷ്യൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ നമ്മളിതിൻ്റെ തൊട്ട് ബാക്കത്തെ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ സിമ്പിൾ പ്രോഗ്രാം. ഇപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റത്തെ സം ഓഫ് ടു നമ്പേഴ്സ് എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ വേണ്ട ഈ ഫൈൻഡ് ദ ഏരിയ ഓഫ് സർക്കിൾ എന്നില്ല രണ്ടാമത്തെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെ വരുന്നതെന്നില്ല നമുക്ക് നോക്കാം. ഫസ്റ്റ് വോയിഡ് മെയിൻ, അവിടെ നിന്നാണല്ലോ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഫസ്റ്റ് അത് വരും. അത് കഴിഞ്ഞ ശേഷം ഫ്ലോട്ട് RD, ഏരിയ. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യാം? പ്രിൻ്റ് ഓഫ് എൻ്റർ ദി റേഡിയസ് എന്ന് വരും. അത് കഴിഞ്ഞ ശേഷം അടുത്ത ലൈന് സ്കാൻഎഫ് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ഏരിയ എന്നുള്ളത് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം പ്രിൻ്റ് ഓഫ് വർക്ക് ചെയ്യും. അപ്പോൾ 1 by 1 ആയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ പ്രോഗ്രാം വർക്ക് ചെയ്ത് പോകും. ഇതിനെ നമ്മൾ പറയുന്നത് ഫ്ലോ ഓഫ് സീക്വൻഷ്യൽ ഫ്ലോ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സീക്വൻഷ്യൽ ഫ്ലോ ആണ്. ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ, ഒരു ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ ശേഷം അടുത്തത്, അത് കഴിഞ്ഞ ശേഷം അടുത്തത്, അല്ലെങ്കിൽ ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം അടുത്ത പ്രോഗ്രാമിൻ്റെ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം അടുത്ത ലൈൻ, അങ്ങനെ പോകുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? സീക്വൻഷ്യൽ ഫ്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ സീക്വൻഷ്യൽ ഫ്ലോ ആയിട്ടാണ് പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമ്മൾ സീക്വൻഷ്യൽ ഫ്ലോ എന്നാണ് പറഞ്ഞത്. ഈ ഒരു ഫ്ലോയിൽ എന്ത് ചെയ്യുക? പോകുന്ന ഈ ഫ്ലോനെ നമുക്ക് എന്ത് ചെയ്യും? ഒരു ചേഞ്ചസ് വരുത്തും. ഇപ്പോൾ ഉദാഹരണം പറയാന്ന് വെച്ചെങ്കിൽ ഏതെങ്കിലും 1 or 2 ലൈന് റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യാം. ഒരു 10 പ്രാവശ്യം 2 ലൈന് 1ഉം 2ഉം എക്സിക്യൂട്ട് ചെയ്തിട്ട് 3ഉം 4ഉം ലൈൻ എന്ത് ചെയ്യുക? ഒരു 2-3 പ്രാവശ്യം എന്ത് ചെയ്യാൻ? എക്സിക്യൂട്ട് ചെയ്യാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? അടുത്ത ലൈൻ എക്സിക്യൂട്ട് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഫസ്റ്റത്തെ ലൈൻ എക്സിക്യൂട്ട് ചെയ്തു, രണ്ടാമത്തെ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന, മൂന്നാമത്തെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, പിന്നെ 4 മുതലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ചില സിറ്റുവേഷനിൽ എന്ത് ചെയ്യുക? 3 എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, 4 മുതൽ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ 1 by 1 ആയിട്ടുള്ള ഫ്ലോയിൽ എന്ത് ചെയ്യുക? ഒരു മാറ്റം വന്നു അല്ലേ? ചിലതെന്താ? ഒരു 1-2 ലൈൻ എന്ത് ചെയ്യുക? കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് അടുത്ത സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യുക. ഇതെന്ത് ചെയ്യുക? ആ സീക്വൻഷ്യൽ ഫ്ലോയിൽ എന്ത് ചെയ്തു? ഒരു ചേഞ്ച് വന്നു. മനസ്സിലായില്ലേ? അങ്ങനെ എന്ത് ചെയ്യുക? ചേഞ്ച് വരുന്നതാണ് എന്ത് ചെയ്യുക? ഫ്ലോ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ചേഞ്ച് ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ 1 by 1 ആയിട്ട്, അതായത് സീക്വൻഷ്യൽ ആയിട്ടുള്ള എക്സിക്യൂഷനിൽ എന്ത് ചെയ്യുക? ഒരു ചേഞ്ചസ് വരുത്തുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് മെയിൻലി 2 types. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അതിന് മെയിനായിട്ട് 2 കാറ്റഗറി വരുന്നുണ്ട്. ഒന്ന് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, രണ്ടാമത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ട്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ട്. ഫസ്റ്റത്തെ കാറ്റഗറി നോക്കാം, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഏതൊക്കെയാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്? ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇങ്ങനെ 4 കാറ്റഗറി ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു പാർട്ടാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് കേട്ടോ. അതിന് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് സെപ്പറേറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് സെപ്പറേറ്റ് ഒക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്? ഇറ്റ് ഈസ് എ പവർഫുൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതെന്ത് ചെയ്യുക? പ്രോഗ്രാമിൻ്റെ ഫ്ലോനെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി 2-way ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺജക്ഷൻ വിത്ത് ദ എക്സ്പ്രഷൻ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-way ഡിസിഷനാണ് ഇതിലെടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുക, ഇതിൻ്റെ ഫസ്റ്റ് എന്ത് ചെയ്യും? പ്രോഗ്രാമിൻ്റെ എൻട്രി വരും, ടെസ്റ്റിംഗ് എക്സ്പ്രഷൻ. അവിടെ ഇതാണ് നമ്മളെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗം. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. ആ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ഒരു ഭാഗത്തോട്ട്
പ്രോഗ്രാം എക്സിക്യൂഷൻ പോകും. തെറ്റാണെങ്കിൽ എന്ത് ചെയ്യും, വേറൊരു ഭാഗത്തോട്ട് നമ്മൾ പോകും. മനസ്സിലായില്ലേ? അപ്പോൾ അത് കണ്ടീഷനെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ താഴെയുള്ള പ്രോഗ്രാം വർക്ക് ചെയ്യണോ, അത് കോഡ് വർക്ക് ചെയ്യണോ, അത് കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യണോ എന്നുള്ളത് എന്ത് ചെയ്യും, ആ ഒരു എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഫ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു ടെസ്റ്റ് എക്സ്പ്രഷനാണ്. ഇതിന് നമ്മളൊരു എക്സാമ്പിളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും. അപ്പോൾ എന്താണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് എഴുതുക, അതിൻ്റെ സിൻറ്റാക്സ് എഴുതുക, അതിൻ്റെ ഫ്ലോ ചാർട്ട് ഒന്ന് വരയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, അതിനൊരു എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അപ്പോൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്താണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റത്തെ കാറ്റഗറി സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ജനറൽ ഫോം ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ജനറൽ ഫോം ഇതാണ്. ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ, എന്നിട്ട് എന്ത് ചെയ്യും, ഓപ്പണിംഗ് ബ്രേസ്, അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക്, പിന്നെ ബ്രേസ് ക്ലോസ് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് ബോക്സ് എക്സ്. അപ്പം ഇതിലെന്ത് ചെയ്യുക, ഈഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യും, കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. ആ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എന്നുള്ള ഭാഗം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, താഴെയുള്ള ഭാഗം വർക്ക് ചെയ്തിട്ട് അങ്ങനെ പോകും. ആ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രം അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എന്നുള്ളത് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് എക്സ് വർക്ക് ചെയ്യും. ഇനി കണ്ടീഷൻ തെറ്റാണെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് എക്സ് മുതലാണ് എക്സിക്യൂഷൻ നടക്കുക. അപ്പോൾ ഇതിൻ്റെ ഫ്ലോ ചാർട്ടിലോട്ട് നോക്കുക. എൻട്രി പ്രോഗ്രാം അങ്ങോട്ട് വരും. ടെക്സ്റ്റ് എക്സ്പ്രഷൻ, ഇതാണ് നമ്മൾ ഈഫ് എന്ന് പറയുന്ന ഭാഗം. അവിടെ എന്ത് ചെയ്യും, കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, നേരെ അങ്ങോട്ട് പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് അത് വർക്ക് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റ് എക്സ് വന്നിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പോയിട്ട് അങ്ങനെ പ്രോഗ്രാം എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഇനി ടെസ്റ്റ് എക്സ്പ്രഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടീഷൻ തെറ്റാണെങ്കിലോ നേരെ ഫാൾസ് എന്ന് പറഞ്ഞിട്ട് ഭാഗത്തോട്ട് വരും. സ്റ്റേറ്റ്മെൻറ്റ് എക്സ് വർക്ക് ചെയ്ത് അങ്ങനെ പോകും. അപ്പോൾ എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എന്തും ഉണ്ടാവില്ല, ട്രൂ ആയിട്ടുള്ള ഭാഗത്തോട്ട് എന്താവില്ല, എക്സിക്യൂഷൻ വർക്ക് ചെയ്യൂല. ഓക്കെ, ദ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് മേ ബി സിംഗിൾ ഓർ ഗ്രൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനാവാം, ചിലപ്പോൾ 2 ലൈനാവാം, ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ വന്നേക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈഫ് കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് ബ്രേസും ക്ലോസ് ബ്രേസും കൊടുത്തു. അപ്പോൾ അത് എന്ത് ചെയ്യാം, ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉള്ളൂ. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനേ ഉള്ളൂ വെച്ചെങ്കിൽ ഈ ഓപ്പണിംഗ് ബ്രേസും ക്ലോസ് ബ്രേസും കൊടുക്കേണ്ട ആവശ്യമില്ല, നിർബന്ധമില്ല. പക്ഷേ 2 അതിൽ കൂടുതലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, ബ്രേസ് നമ്മൾ കൊടുക്കണം. 2 ആണെങ്കിലും അതിൽ കൂടുതലാണെച്ചെങ്കിൽ ബ്രേസ് കൊടുക്കണം. അപ്പോഴേ എന്താവുള്ളൂ, ആ കണ്ടീഷൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യേണ്ട ഭാഗമായിട്ട് അത് മാറുള്ളൂ. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും വരും. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് മനസ്സിലാവും. വേണ്ടോ, എക്സാമ്പിൾ നോക്കാം. വേണ്ടോ, വോയിഡ് മെയിൻ ഇൻറ്റ് എക്സ് കോമ വൈ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എക്സിൽ 15 കൊടുത്തു, വൈയിൽ 13 കൊടുത്തു. ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ, കണ്ടോ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ എന്ത് ചെയ്യും, പ്രിൻ്റ് എഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ എന്നുള്ളത് വർക്ക് ചെയ്യും. അപ്പം എന്ത് ചെയ്യുക, എക്സ് 15 ആണ്. അപ്പോൾ എന്താ, എക്സ് 15 ഗ്രേറ്റർ ദാൻ 13 ആണ്. അപ്പോൾ കണ്ടീഷൻ കറക്റ്റാണ്, വർക്ക് ചെയ്യും. ഇനി അതല്ല, തല തിരിച്ചാണ്. അതായത് മുകളിൽ എക്സ് 13 വൈക്ക് 15 ആണെങ്കിലോ ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണോ, കണ്ടീഷൻ തെറ്റാണ്. അപ്പോൾ എന്താവില്ല, ആ ഭാഗം വരില്ല. അപ്പോൾ എന്താവില്ല, എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എന്ത് ചെയ്യില്ല, പ്രിൻറ്റ് ചെയ്യില്ല. മനസ്സിലായില്ല? അപ്പോൾ എക്സ് 13 വൈക്ക് 15 ആണെച്ചെങ്കിൽ കണ്ടീഷൻ തെറ്റാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറൂല. അപ്പോൾ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ എന്നില്ല ഒരു മെസ്സേജ് എന്താവില്ല, പ്രിൻറ്റ് ചെയ്യാനുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ ഇതിപ്പോൾ നമ്മൾ 15ഉം 13 നമ്മൾ എൻട്രി ചെയ്യണം. നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തിട്ട് പോവുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കീബോർഡിൽ നിന്ന് കൊടുക്കുന്ന വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് വരുന്നത് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ച ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീമിൽ നമ്മൾ പഠിച്ചിരുന്ന സ്കാൻഎഫ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഇൻറ്റ് എക്സ് കോമ വൈ കൊടുത്തു, പ്രിൻ്റ് എഫ് എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറയും. 2 നമ്പർ നമ്മളോട് എന്ത് ചെയ്യും, എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ 2 നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ 20 10 കൊടുത്തു. 20 10 കൊടുത്തു കഴിഞ്ഞാൽ 20 എന്നുള്ളത് എക്സിക്കും 10 എന്നുള്ളത് വൈയിലോട്ട് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണ്, 20 വലുത്. അപ്പോൾ എന്ത് ചെയ്യും, എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ. ഇനി തല തിരിച്ചാണ് കൊടുക്കുന്നത് വെച്ചെങ്കിൽ ഒരു ഔട്ട്പുട്ട് അവിടെ ഉണ്ടാവില്ല. കാരണം ഈഫിൻ്റെ ഉള്ളിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യില്ല. മനസ്സിലായേ? അപ്പം ഇത് സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. എന്ത് ചെയ്യുക, സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. തൽക്കാലം എന്ത് ചെയ്യുക, ഈ ചെറിയൊരു വീഡിയോയിൽ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്തെടുക്കുന്ന സമയത്ത് 1-2 നമുക്ക് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ എന്താണ് ഫ്ലോ ഓഫ് കൺട്രോൾ എന്താണ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്,
അതിൽ എന്തൊക്കെ 2 കാറ്റഗറി ഉള്ളത്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ട്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ട്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ട്, ഗോ ടു ഉണ്ട്. അതിൽ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നുള്ളതും ഈഫ് സ്റ്റേറ്റ്മെൻറ്റിലെ കാറ്റഗറി സിമ്പിൾ ഈഫുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? താങ്ക് യു.